ആദർശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന ആദർശം, അതിനോടുള്ള അദമ്യമായ ഒരു ആ, ആ, എന്താ പറയുക, അതിനോടുള്ള തീവ്രമായ ഒരു അഭിനിവേശം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിത്തറ എന്ന് തന്നെ പറയാം. ആ ആദർശത്തിൽ പല ഘട്ടത്തിലും പലതരത്തിലുള്ള ചോർച്ചകളും സംഭവിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് മൂല്യശോഷണം വരുന്നു എന്ന തരത്തിലുള്ള വിമർശനം അത് പാർട്ടി തന്നെ സ്വയം നടത്താറുള്ളതാണ്. പല പാർട്ടി പ്ലീനങ്ങളും തെറ്റുതിരുത്തൽ രേഖകളും സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. തെറ്റുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPIM എന്ന പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി നമ്മൾ എടുത്തു പറയേണ്ടത്. ആ പാർട്ടിയിലാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധി കണ്ണൂരെന്ന CPMൻ്റെ ഈറ്റില്ലത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മനു തോമസ് എന്ന DYFIയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ഇന്ന് പാർട്ടിക്ക് പുറത്തെത്തിയിരിക്കുകയാണ്. പാർട്ടി പുറത്താക്കിയതല്ല, അദ്ദേഹം സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിലോ സ്വഭാവ ദൂഷണത്തിൻ്റെയൊക്കെ പേരിൽ CPMൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യരുടെ വലിയ പട്ടിക നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാർട്ടി അച്ചടക്ക നടപടി എടുക്കുന്ന ആളുകളുടെ പട്ടികയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാർട്ടി പക്ഷേ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചൂണ്ടിക്കാണിച്ചത് മനുവിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, അതുകൊണ്ട് മനു പുറത്തു നിൽക്കുന്നു എന്ന് മാത്രമാണ്. മനുവിനെ ഏത് സമയവും പാർട്ടിയിലേക്ക് വരാമെന്നുകൂടി പറയുകയാണ്. അതായത് മനുവിനെ CPM ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് മനു ഉന്നയിക്കുന്ന വിഷയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. ഈ ആദർശ പാർട്ടി പലതരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഫലത്തിൽ പറയാൻ കഴിയുന്ന ആരോപണങ്ങളും അത് ശരിവെക്കുന്ന തെളിവുകളുമാണ് കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി കണ്ണൂരിലെ പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. അതിൽ പലരും, അതായത് 2021 DYFI അവിടെ നടത്തിയ ജാഥ ഇത്തരം പാർട്ടിയെ വിഴുങ്ങുന്ന സ്വർണ്ണക്കടത്തുകാരെ തള്ളിപ്പറയുന്നതിന് വേണ്ടിയായിരുന്നു. ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും ഒക്കെ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മനു തോമസ് തന്നെ നയിച്ച, ജില്ലാ പ്രസിഡൻ്റായ മനു തോമസ് തന്നെ നയിച്ച ജാഥയിൽ ഉടനീളം വന്ന മുദ്രാവാക്യം. അതിൽ എടുത്തു പറയാവുന്നത്, ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ പേരിലോ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൻ്റെ പേരിലോ ഏതെങ്കിലും നേതാക്കളുടെ ഒപ്പമുള്ള ചിത്രമിട്ടാലോ ഒന്നും ഇവരാരും പാർട്ടിക്കാരാകുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിക്കാരെ, അതായത് DYFI ഇത്തരക്കാർ വിഴുങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ജാഥ നടത്തി പാർട്ടിയെ വീണ്ടെടുക്കാനുള്ള ശ്രമം, DYFI വീണ്ടെടുക്കാനുള്ള ശ്രമം മനു തോമസ് ഉൾപ്പെടെ കണ്ണൂരിലെ DYFI നേതൃത്വം നടത്തിയത് എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായാണ് 2021 കഴിയുന്നു, 2022 കഴിയുന്നു. പാർട്ടിക്ക് മുന്നിൽ ഈ പ്രശ്നം ആദ്യം മുന്നോട്ട് വെക്കുന്നു. പാർട്ടി ആദ്യം ഗൗരവമായി ഇതിനെ കാണുന്നില്ല. പിന്നീട് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും അതിൽ തിരുത്തലുകൾ വരുന്നില്ല ഫലത്തിൽ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് മനു ഒഴിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മനു തോമസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ജയരാജനാണ് എന്ന അതിഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ജയരാജൻ്റെ മകൻ ജെയിൻ ജയരാജൻ, അദ്ദേഹം സ്വർണം പൊട്ടിക്കുന്ന അതിലെ കണ്ണിയാണ് എന്നുകൂടി ഏറ്റവും ഒടുവിൽ മനു തോമസ് പറയുകയാണ്. അതായത് ഒരു പരിധിവരെ ജയരാജൻ്റെ മകനെതിരെ അത്തരം ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നു. ജയരാജൻ RSSകാരുടെ വെട്ടേറ്റ് ഒരു കൈയുടെ ചലനം നഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന നിലയിൽ CPMകാർക്കിടയിൽ വലിയ പ്രതിച്ഛായുള്ള നേതാവായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് പിണറായിയുമായി തെറ്റുകയും, അതായത് ജയരാജൻ തന്നെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് കരുതിയപ്പോൾ ജയരാജനെ അല്പം അകറ്റി നിർത്തുകയാണ് CPM ഫലത്തിൽ ചെയ്തത് എന്നത് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ജയരാജന് വേണ്ടി പല ഫേസ്ബുക്ക് കൂട്ടായ്മകളുമൊക്കെ ചേർന്നുകൊണ്ട് ജയരാജന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ജയരാജൻ വടകരയിൽ മത്സരിക്കുന്നത് ജയരാജനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി ആണ് എന്ന് പറയുന്നു. എന്തായാലും ജയരാജനെ എതിരെയാണ് മനു തോമസിൻ്റെ ആരോപണം എന്ന് പറയുമ്പോൾ, ജയരാജൻ എന്ന കണ്ണൂർ രാഷ്ട്രീയത്തിലെ വലിയ വിഗ്രഹം ഫലത്തിൽ
പലതരത്തിലും എതിരാളികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉടഞ്ഞു വീണതാണ്. ഇതിപ്പോൾ പാർട്ടിക്കാരെ സംബന്ധിച്ച്, ഈ ആദർശത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യാൻ ചിലപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകർ ചിലപ്പോൾ ന്യായീകരിച്ചേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുക എന്ന തരത്തിലേക്ക് അതിൻ്റെ കണ്ണിയായി ജയരാജൻ്റെ മകൻ മാറുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഫലത്തിൽ അർജുൻ ആയങ്കിയെയും ഒപ്പം തന്നെ ആകാശ് തില്ലങ്കരിയൊക്കെ സംരക്ഷിക്കുന്നതിലൂടെ കൂടി ഫലത്തിൽ, അതായത് മനുവിൻ്റെ പുറത്തേക്കുള്ള പോക്കിന് കാരണം ഈ തിരുത്തലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പി ജയരാജൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത്. കേവലം പി ജയരാജൻ എന്ന് മാത്രമല്ല, ഫലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലെ കണ്ണൂരിലെ പാർട്ടി ഇപ്പോൾ പി ജയരാജൻ്റെ കയ്യിലല്ല ഉള്ളത്, അത് എം വി ജയരാജൻ്റെ കയ്യിലാണ്, ഒപ്പം തന്നെ പിണറായി വിജയൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള പാർട്ടിയും ഇവർക്കെതിരെ കൊട്ടേഷൻ സംഘങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. അവിടെയാണ് ടി.പി. ചന്ദ്രശേഖരൻ കേസും ഫലത്തിൽ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായുള്ള. കൊടിസുനിയും ഉൾപ്പെടെ അതിലെ ട്രൗസർ മനോജ് ഉൾപ്പെടെ എല്ലാവരോടും, അണ്ണൻ സീത്ത് ഉൾപ്പെടെ ഇത്തരം ആളുകൾക്ക് വേണ്ടി CPM ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഫലത്തിൽ നിയമസഭയിൽ കണ്ടത്. നിയമസഭയിൽ TP കേസ് പ്രതികൾക്ക് ഇളവ് ചെയ്യാൻ, അതായത് ഹൈക്കോടതി 20 വർഷത്തിന് ശേഷം മാത്രമേ ഇവരുടെ ഇളവിനെക്കുറിച്ച്, അതിനു മുൻപ് ഒരു കാരണവശാലും അവർക്ക് ഇളവ് നൽകാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോഴാണ് ഫലത്തിൽ പോലീസും ജയിൽ വകുപ്പും ചേർന്ന് ഇവർക്ക് ഇളവിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി അതിനോട് മൗനം പാലിക്കുന്നു. സഭയിൽ അസാധാരണമായ നിലയിൽ സ്പീക്കർ തന്നെ അതിന് മറുപടി പറയുന്നു. സ്പീക്കർ മറുപടി പറയുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ അസാധാരണത്വത്തെക്കുറിച്ച്, TP കേസിനെ എന്തുകൊണ്ട് CPM ഭയക്കുന്നു എന്നതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തതാണ്. ഫലത്തിൽ ഈ കൊട്ടേഷൻ സംഘത്തെ CPM ഭയക്കുന്നു എന്ന്, അതായത് അവരെന്തെങ്കിലും വിളിച്ചു പറയും. അതായത് ഇതിൽ TP കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പങ്കിനെക്കുറിച്ചാണ് KK രമ എപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഹൈക്കോടതി വിധി പോലും മറച്ചുവെച്ച് അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഇളവിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതെന്നാണ്. എന്തായാലും ഇതിനൊടുവിൽ ഈ ജയിൽ സൂപ്രണ്ടിനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട്, അത്തരം ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് CPM ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഫലത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. അവർ തിരിച്ച് ഏതെങ്കിലും പോലീസുകാർ പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വെച്ച ജയിൽ സൂപ്രണ്ടുമാരായിരിക്കും കണ്ണൂർ ഉൾപ്പെടെയുള്ള ജയിലുകളിൽ ഉണ്ടാകുക. അവിടെ എങ്ങനെ CPMന് വിരുദ്ധമായി, CPMൻ്റെ നയത്തിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ പണിയെടുക്കും എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. സാധാരണഗതിയിൽ എതിർ പാർട്ടികളൊക്കെയാണ് CPMനെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ CPMനുള്ളിലെ നേതാക്കൾ തന്നെ അവരുടെ പ്രവൃത്തി മൂലം CPM കണ്ണൂരിൽ എരിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. സമാനതകളില്ലാത്ത വിഭാഗീയതയൊന്നുമല്ല ഇതിലെ പ്രശ്നം. ഇത് CPMൻ്റെ ആദർശവുമായി ചേർന്ന് നിൽക്കുന്ന വിഷയത്തിൽ CPM നേതാക്കൾ നടത്തുന്ന പ്രവൃത്തികൾ അത് ഏതെങ്കിലും പി ജയരാജനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. CPM എന്ന പാർട്ടിക്കാകെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് ചെറുതല്ല, അത് CPMനെ തീർത്ത് കളയുന്നത് തന്നെയാണ് എന്ന് വിലയിരുത്തുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.